ഓം ശാന്തി 26/12/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പതീതത്തിൽ നിന്ന് പാവനമാകുന്നതിനുള്ള പഠിപ്പാണ്. നിങ്ങൾക്കിത് പഠിക്കുകയും പഠിപ്പിക്കുകയും വേണം. ചോദ്യം: ലോകത്തിൽ ഏതൊരു ജ്ഞാനമുണ്ടായിട്ടാണ് അജ്ഞാനമാകുന്ന അന്ധകാരം ഉള്ളത്? ഉത്തരം: മായയുടെ ജ്ഞാനം. ഇതിലൂടെയാണ് വിനാശം സംഭവിക്കുന്നത്. ചന്ദ്രൻ വരെ പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം ധാരാളമുണ്ട്. പക്ഷേ പഴയ ലോകത്തെക്കുറിച്ചും പുതിയ ലോകത്തെക്കുറിച്ചുമുള്ള അറിവ് ആരുടെ പക്കലുമില്ല. എല്ലാവരും അജ്ഞതയാകുന്ന അന്ധകാരത്തിലാണ്. എല്ലാവരും ജ്ഞാന നേത്രത്തിന്റെ കാര്യത്തിൽ അന്ധരാണ്. നിങ്ങൾക്കിപ്പോൾ ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രമാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ ജ്ഞാനികളായ കുട്ടികൾക്കറിയാം, അവരുടെ ബുദ്ധിയിൽ വിനാശത്തെക്കുറിച്ചുള്ള ചിന്താഗതികളാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ സ്ഥാപനയെക്കുറിച്ചുള്ള ചിന്തകളും. ഓം ശാന്തി. ബാബ ഈ ശരീരത്തിലൂടെയാണ് മനസ്സിലാക്കി തരുന്നത്. ഇതിനെ ശരീരം എന്ന് പറയുന്നു. ഇതിൽ ആത്മാവുണ്ട്. പിന്നെ ജ്ഞാനം ഇതിൽ പ്രവേശിക്കുന്നു. ഈ കാര്യം ആദ്യം പക്ക ആയിരിക്കണം. ബ്രഹ്മാവിനെ ദാദ എന്ന് പറയുന്നു. ഈ നിശ്ചയം കുട്ടികൾക്ക് പക്ക ആയിരിക്കണം. ഈ നിശ്ചയത്തിൽ തന്നെ ഉറച്ചിരിക്കണം. ബാബ ഏതിലാണോ പ്രവേശിച്ചിരിക്കുന്നത് അവരെക്കുറിച്ച് സ്വയം ബാബ തന്നെ പറയുന്നു, ഞാൻ ഇവരുടെ വളരെ ജന്മങ്ങൾക്ക് ശേഷമുള്ള അന്തിമ ജന്മത്തിലാണ് വരുന്നത്. കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇതാണ് സർവശാസ്ത്ര ശിരോമണിയായ ഗീതാജ്ഞാനം. ശ്രീമതം അർത്ഥം ശ്രേഷ്ഠമതം. ശ്രേഷ്ഠത്തിലും ശ്രേഷ്ഠമായ മതം ഒരേ ഒരു ഭഗവാന്റേതാണ്. ആ ശ്രേഷ്ഠ മതത്തിലൂടെ നിങ്ങൾ ദേവതയായി തീരുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എപ്പോഴാണോ ഭ്രഷ്ടമായി തീരുന്നത് അപ്പോഴാണ് ഞാൻ വരുന്നത്. മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിന്റെ അർത്ഥത്തെക്കുറിച്ചും മനസ്സിലാക്കണം. ബാബ വരുന്നത് തന്നെ വികാരി മനുഷ്യനിൽ നിന്നും നിർവികാരി ദേവതയാക്കി തീർക്കുന്നതിനാണ്. സത്യയുഗത്തിലും മനുഷ്യർ തന്നെയാണ്, പക്ഷെ ദൈവിക ഗുണങ്ങൾ ഉള്ളവരായിരിക്കും. ഇപ്പോൾ കലിയുഗത്തിൽ എല്ലാവരും ആസുരീയ അവഗുണങ്ങൾ ഉള്ളവരാണ്. മുഴുവനും മനുഷ്യ സൃഷ്ടിയിലുള്ളവർ തന്നെയാണ്. പക്ഷെ അവർ, അതായത് ദേവതകൾ, ഈശ്വരീയ ബുദ്ധിയുള്ളവരും ഇവിടെയുള്ളവർ ആസുരീയ ബുദ്ധി ഉള്ളവരുമാണ്. ഇവിടെ ജ്ഞാനവും അവിടെ ഭക്തിയുമാണ്. ജ്ഞാനവും ഭക്തിയും വേറെ വേറെയാണ്. ഭക്തിയിൽ എത്രയധികം പുസ്തകങ്ങളാണ് ഉള്ളത്. ജ്ഞാനത്തിന്റെ പുസ്തകം ഒന്നേ ഉള്ളൂ. ഒരേ ഒരു ജ്ഞാനസാഗരന്റെ പുസ്തകവും ഒന്ന് മാത്രമാണ്. ആരെല്ലാമാണോ ധർമ്മം സ്ഥാപിക്കുന്നവർ അവരുടെ പുസ്തകങ്ങളും ഒന്ന് മാത്രമാണ്. അതിനെ ധർമ്മത്തിന്റെ പുസ്തകമെന്ന് പറയുന്നു. ഗീതയാണ് ഏറ്റവും ആദ്യത്തെ ധർമ്മപുസ്തകം. ആദി സനാതന ദേവതാ ധർമ്മമാണ് ഏറ്റവും ആദ്യത്തേത്, അല്ലാതെ ഹിന്ദു ധർമ്മമല്ല. ഗീതയിലൂടെ ഹിന്ദു ധർമ്മം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് മനുഷ്യർ മനസ്സിലാക്കുന്നത്. ഗീതയിലെ ജ്ഞാനം കൃഷ്ണൻ നൽകി എന്നും. അങ്ങനെയാണെങ്കിൽ എപ്പോൾ നൽകി? പരമ്പരാഗതമായി. ഒരു ശാസ്ത്രത്തിലും ശിവഭഗവാനു വാച എന്നില്ലല്ലോ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി. ഈ ഗീതാജ്ഞാനത്തിലൂടെയാണ് മനുഷ്യനിൽ നിന്നും ദേവതയായി തീരുന്നത്. ആ ജ്ഞാനമാണ് ബാബ ഇപ്പോൾ നമുക്ക് നൽകുന്നത്. ഇതിനെയാണ് ഭാരതത്തിലെ പ്രാചീന രാജയോഗമെന്ന് പറയുന്നത്.
ഈ ഗീതയിൽ തന്നെയാണ് കാമം മഹാശത്രു എന്ന് എഴുതപ്പെട്ടിട്ടുള്ളത്. ഈ ശത്രു തന്നെയാണ് നിങ്ങളെ തോൽപ്പിച്ചതും. ബാബ ഇതിന്മേൽ നിങ്ങളെ വിജയിപ്പിച്ച് ജഗജ്ജീത് വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. പരിധിയില്ലാത്ത അച്ഛൻ ബ്രഹ്മാവിലൂടെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ശിവബാബ സർവാത്മാക്കൾക്കും പിതാവാണ്. ബ്രഹ്മാവ് എല്ലാ മനുഷ്യാത്മാക്കൾക്കും പിതാവാണ്. പേര് തന്നെ പ്രജാപിതാവ് എന്നാണ്. ബ്രഹ്മബാബയുടെ അച്ഛന്റെ പേരെന്താണെന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചാൽ അവർ ആശയക്കുഴപ്പത്തിലാകും. ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കരൻ ഈ 3 പേർക്കും അച്ഛനുണ്ടാകുമല്ലോ. ബ്രഹ്മാവ്, വിഷ്ണു, ശങ്കർ ഇവർ സൂക്ഷ്മ ദേവതകളാണ്. ഇവർക്കും ഉപരിയാണ് ശിവൻ. കുട്ടികൾക്കറിയാം ശിവബാബയ്ക്ക് ഏതെല്ലാം കുട്ടികളുണ്ടോ, അതായത് ആത്മാക്കളുണ്ടോ, അവരെല്ലാവരും ശരീരം ധാരണ ചെയ്തവരാണ്. പക്ഷെ ബാബ സദാ നിരാകാരനായ പരമപിതാവായ പരമാത്മാവാണ്. ആത്മാവാണ് ശരീരത്തിലൂടെ പരമപിതാവെന്ന് പറയുന്നത്. എത്ര സഹജമായ കാര്യങ്ങളാണ്. ഇതിനെയാണ് അല്ലാഹുവിന്റെയും ചക്രവർത്തി പദവിയുടെയും പഠിപ്പെന്ന് പറയുന്നത്. ആരാണ് പഠിപ്പിക്കുന്നത്? ആരാണ് ഗീതാജ്ഞാനം കേൾപ്പിച്ചത്? കൃഷ്ണനെ ഭഗവാനെന്ന് പറയില്ലല്ലോ. കൃഷ്ണൻ ദേഹധാരിയാണ്, കിരീടധാരിയാണ്. ശിവൻ നിരാകാരനാണ്. ബാബയ്ക്കാണെങ്കിൽ കിരീടമൊന്നുമില്ലല്ലോ. ബാബ ജ്ഞാനസാഗരനാണ്. ബാബ തന്നെയാണ് ചൈതന്യ ബീജരൂപനും. നിങ്ങളും ചൈതന്യമാണ്. ഈ വൃക്ഷത്തിന്റെ ആദിമധ്യ അന്ത്യത്തെക്കുറിച്ച് നിങ്ങൾ കുട്ടികൾക്കറിയാം. നിങ്ങൾ തോട്ടക്കാരനല്ലെങ്കിലും എങ്ങനെ വിത്ത് വിതയ്ക്കണമെന്നുള്ളതും എങ്ങനെ അതിൽ നിന്ന് വൃക്ഷമുണ്ടാകുന്നു എന്നുള്ളതെല്ലാം തന്നെ നിങ്ങൾക്കറിയാം. അത് ജഡമായ വൃക്ഷവും ഇത് ചൈതന്യവുമാണ്. ആത്മാവിനെയാണ് ചൈതന്യമെന്ന് പറയുന്നത്. നിങ്ങൾ ആത്മാക്കളിൽ ജ്ഞാനമുണ്ട്. മറ്റാരിലും തന്നെ ഈ ജ്ഞാനമില്ല. അപ്പോൾ ബാബ ചൈതന്യ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപനാണ്. ഇത് ചൈതന്യ രചനയാണ്. മറ്റുള്ളതെല്ലാം തന്നെ ജഡമായ ബീജമാണ്. ജഡബീജത്തിൽ ഒരിക്കലും ജ്ഞാനമില്ല. ഇവിടെ ബാബ ചൈതന്യ ബീജരൂപനാണ്. ബാബയിൽ മുഴുവൻ സൃഷ്ടിയുടെയും ജ്ഞാനമുണ്ട്. വൃക്ഷത്തിന്റെ ഉൽപ്പത്തി, വിനാശം, പാലന, മുഴുവൻ ജ്ഞാനവും ബാബയിലുണ്ട്. പിന്നീട് എങ്ങനെ പുതിയ വൃക്ഷമുണ്ടാകുന്നു എന്നുള്ളത് ഗുപ്തമാണ്. നിങ്ങൾക്ക് ഗുപ്തമായ ജ്ഞാനമാണ് ലഭിക്കുന്നത്. ബാബയും വരുന്നത് ഗുപ്തമായാണ്. തൈകൾ നട്ടുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ എല്ലാവരും പതിതമായി തീർന്നിരിക്കുകയാണ്. ബീജത്തിൽ നിന്ന് ആദ്യമായി ഉണ്ടായിട്ടുള്ള ഇല ഏതാണ്? സത്യയുഗത്തിലെ ആദ്യത്തെ ഇല ശ്രീകൃഷ്ണനാണെന്നേ പറയൂ. ഒരിക്കലും ലക്ഷ്മി നാരായണനെ പറയില്ല. പുതിയ ഇല ചെറുതായിരിക്കും, പിന്നീടാണ് വലുതാവുന്നത്. അപ്പോൾ ഈ ബീജത്തിനാണ് മഹത്വമുള്ളത്. ചൈതന്യമാണ്. മറ്റുള്ള ധർമ്മസ്ഥാപകർ വരുന്നുണ്ടെങ്കിലും അവരുടെ മഹത്വം പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ദേവത ആവുകയാണ്. അപ്പോൾ മുഖ്യമായ കാര്യം തന്നെ നമ്മൾ ദൈവീ ഗുണം ധാരണ ചെയ്യുക എന്നതാണ്. ലക്ഷ്മി നാരായണന് സമാനമായി മാറണം. ചിത്രവുമുണ്ടല്ലോ. ഈ ചിത്രമില്ലെങ്കിൽ എങ്ങനെ ബുദ്ധിയിൽ ജ്ഞാനമിരിക്കും? ജ്ഞാനമാർഗത്തിൽ നമുക്ക് ഇവർക്ക് സമാനമായി തീരുന്നതിനുള്ള ജ്ഞാനം ലഭിക്കുന്നു. ഭക്തിമാർഗത്തിൽ ഇവരെ പോലെ ആകണമെന്നുള്ള ചിന്ത ഉണ്ടാകില്ല. ഭക്തിമാർഗത്തിൽ
എത്ര ക്ഷേത്രങ്ങളാണ് ഉണ്ടാക്കുന്നത്? ഏറ്റവും അധികം ക്ഷേത്രം ആരുടെയാണ് ഉണ്ടാകുക? തീർച്ചയായും ശിവബാബയുടേത് തന്നെ ആയിരിക്കും. പിന്നീട് അതിനുശേഷമേ രചനകളുടേതുണ്ടാകൂ. ആദ്യത്തെ രചന ഈ ലക്ഷ്മി നാരായണനാണ്. ശിവന് ശേഷം ഇവരുടെ പൂജയാണ് കൂടുതൽ ഉണ്ടാകുന്നത്. ജ്ഞാനം നൽകുന്ന മാതാക്കളെയും പൂജിക്കുന്നില്ല. അവർ പഠിക്കുകയല്ലേ. നിങ്ങൾക്കിപ്പോൾ പൂജ ലഭിക്കുന്നില്ല. കാരണം നിങ്ങൾ പഠിക്കുകയാണ്. എപ്പോഴാണോ നിങ്ങൾ പഠിച്ചതിനു ശേഷം പിന്നീട് അവിദ്യരാകുന്നത്, അപ്പോഴാണ് പൂജ തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ ദേവി ദേവത ആയി തീരുകയാണ്. സത്യയുഗത്തിൽ ബാബ നിങ്ങളെ ഒരിക്കലും പഠിപ്പിക്കുവാൻ വരുന്നില്ല. അവിടെ ഇങ്ങനെയുള്ള പഠിപ്പ് ഉണ്ടാവുകയില്ല. ഈ പഠിപ്പ് പതിതരെ പാവനമാക്കുന്നതിനായാണ്. നിങ്ങൾക്കറിയാം, ആരാണോ നമ്മെ അതുപോലെയാക്കി തീർക്കുന്നത് അവരുടെ പൂജയും ഉണ്ടാകുന്നു. അതേപോലെ നമ്മുടെ പൂജയും നമ്പർ വൈസായി ഉണ്ടാകുന്നു. പിന്നീട് നമ്മൾ അധപ്പതിച്ച് പഞ്ചതത്വങ്ങളുടെയും പൂജ ചെയ്യുവാൻ ആരംഭിക്കുന്നു. പഞ്ചതത്വങ്ങളുടെ പൂജ അർത്ഥം പതീത ശരീരത്തിന്റെ പൂജയാണ്. ഈ ലക്ഷ്മി നാരായണന് മുഴുവൻ സൃഷ്ടിയിലും രാജ്യമുണ്ടെന്നുള്ള ജ്ഞാനം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. ഈ ദേവീ ദേവതകൾ എങ്ങനെ എപ്പോൾ രാജ്യം നേടി എന്നതിനെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യം ബുദ്ധിയിലിരിക്കുകയില്ല. അതുകൊണ്ടാണ് പരമ്പരാഗതമെന്നുള്ളത് പറഞ്ഞത്. ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ അന്യധർമ്മത്തിലേക്ക് പരിവർത്തനപ്പെട്ടു പോയെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ആരാണോ ഭാരതത്തിലുള്ളവർ അവർ സ്വയം ഹിന്ദുക്കളെന്ന് പറയാൻ തുടങ്ങി. എന്തെന്നാൽ പതീതരായത് കാരണം സ്വയത്തെ ദേവീ ദേവതയെന്ന് പറയുവാൻ സാധിക്കില്ല. പക്ഷെ മനുഷ്യരിൽ ഈ ജ്ഞാനമൊന്നുമില്ലല്ലോ. അവനവന്റെ മേൽ ദേവീ ദേവതകളെക്കാളും ഉയർന്ന ടൈറ്റിലുകൾ വെക്കുന്നുണ്ട്. പാവന ദേവതകളെ പൂജിച്ച് അവരുടെ മുന്നിൽ തല കുനിക്കുന്നുണ്ട്. പക്ഷെ സ്വയത്തെ പതീതമെന്ന് മനസ്സിലാക്കുന്നില്ല. പ്രത്യേകിച്ച് ഭാരതത്തിൽ തന്നെ കന്യകാ പൂജ ധാരാളം ഉണ്ടാകുന്നുണ്ട്. കുമാരന്മാരുടെ പൂജ അത്രയ്ക്കുണ്ടാകുന്നില്ല. പുരുഷന്മാരെക്കാളും കൂടുതൽ മാതാക്കളെയാണ് വന്ദിക്കുന്നത്. കാരണം ഈ സമയത്ത് ഏറ്റവും ആദ്യം മാതാക്കൾക്കാണ് ജ്ഞാനാമൃതം ലഭിക്കുന്നത്. ബാബ ബ്രഹ്മാവിൽ പ്രവേശിക്കുന്നു. ബ്രഹ്മാവ് ജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ നദിയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ജ്ഞാനത്തിന്റെ നദിയുമാണ്, പുരുഷനുമാണ്. ബ്രഹ്മപുത്ര നദിയാണ് ഏറ്റവും വലുത്. ഈ നദി കൽക്കത്തയിൽ സാഗരത്തിൽ ലയിക്കുന്നു. അവിടെ തന്നെയാണ് മേളയും ഉണ്ടാകുന്നത്. പക്ഷേ ഇത് ആത്മാ പരമാത്മാ മിലന മേളയാണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർക്കറിയില്ല. അത് വെള്ളത്തിന്റെ നദിയാണ്. അതിന് പേര് ബ്രഹ്മപുത്ര എന്ന് വെച്ചു. സന്യാസിമാർ ബ്രഹ്മത്തെ തന്നെ ഈശ്വരനാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ബ്രഹ്മപുത്ര നദി പാവനമാണെന്ന് മനസ്സിലാക്കുന്നു. വാസ്തവത്തിൽ ഗംഗയെ ഒരിക്കലും പതീത പാവനിയെന്ന് പറയുവാൻ സാധിക്കില്ല. ഇവിടെ സാഗരത്തിന്റെയും ഗംഗാ നദിയുടെയും മേളയാണ്. ബാബ ആരിലൂടെയാണോ നമ്മളെ ദത്തെടുക്കുന്നത്, അതായത് ബ്രഹ്മബാബ, അവർ ഒരു സ്ത്രീയല്ല. ഇതെല്ലാം തന്നെ ഗഹനമായി മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളാണ്. പിന്നീട് ഇതെല്ലാം തന്നെ ലോപിക്കപ്പെടുന്നു. അതിനുശേഷം മനുഷ്യർ ഇതിന്റെ ആധാരത്തിൽ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്നു. ആദ്യം കൈകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള ശാസ്ത്രമായിരുന്നു.
പിന്നീടാണ് വളരെ വലിയ വലിയ ഭാരം കൂടിയ പുസ്തകങ്ങൾ അച്ചടിക്കപ്പെട്ടത്. സംസ്കൃത ശ്ലോകങ്ങളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. വാസ്തവത്തിൽ ഈ ജ്ഞാനം വളരെയധികം സഹജമാണ്. ഞാൻ ബ്രഹ്മാവിലൂടെയാണ് രാജയോഗം പഠിപ്പിക്കുന്നത്. പിന്നീട് ഈ ലോകം തന്നെ സമാപ്തമാകുന്നു. ഈ കാണുന്ന ശാസ്ത്രങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. പിന്നീട് ഭക്തി മാർഗത്തിലാണ് ഈ ശാസ്ത്രങ്ങളെല്ലാം ഉണ്ടാകുന്നത്. മനുഷ്യർ മനസ്സിലാക്കുന്നത് ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ പരമ്പരാഗതമായി ഉള്ളതാണ് എന്നാണ്. ഇതിനെയാണ് അജ്ഞതയുടെ അന്ധകാരമെന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ബാബയാണ്. ഇതിലൂടെ നിങ്ങൾ പ്രകാശത്തിലേക്ക് വരുന്നു. സത്യയുഗത്തിൽ പ്രവൃത്തി മാർഗമാണ്. കലിയുഗത്തിലുള്ളവരെല്ലാവരും അപവിത്ര പ്രവൃത്തി മാർഗത്തിൽ ഉള്ളവരാണ്. ഇതും ഡ്രാമയാണ്. അതിനുശേഷമാണ് നിവൃത്തി മാർഗം വരുന്നത്. ഇതിനെ സന്യാസധർമ്മമെന്നും പറയുന്നു. അവർ വീടുപേക്ഷിച്ച് കാട്ടിൽ പോയി വസിക്കുന്നു. അത് പരിധിക്കുള്ളിലുള്ള സന്യാസമാണ്. ഈ പഴയ ലോകത്തിൽ തന്നെയാണ് വസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പുതിയ ലോകത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ബാബയിൽ നിന്നും മൂന്നാമത്തെ നേത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ജ്ഞാനികളാണ്! ഇതിനേക്കാളും കൂടുതൽ ജ്ഞാനം ആരിലും തന്നെ ഉണ്ടാവുകയില്ല. ലോകത്തിൽ മായയുടെ ജ്ഞാനമാണ് ഉള്ളത്. അതിലൂടെ വിനാശമാണ് സംഭവിക്കുന്നത്. മനുഷ്യർ ചന്ദ്രനിലേക്ക് വരെ പോയി അന്വേഷണം നടത്തുന്നു. നിങ്ങൾക്കിത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇതെല്ലാം തന്നെ മായയുടെ ആകർഷണമാണ്. മായയുടെ പ്രദർശനം അല്ലെങ്കിൽ ഷോ വളരെയധികമുണ്ട്. എന്തെങ്കിലും അത്ഭുതം കാണിക്കുന്നതിനായി വളരെ ആഴത്തിലേക്ക് പോവുകയാണ്. ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ പിന്നീട് ബുദ്ധിമുട്ടിലേക്ക് വരികയും ചെയ്യുന്നു. അവരുടെ ബുദ്ധിയിൽ വിനാശത്തിന്റെ തന്നെ ചിന്തകളാണ് ഉണ്ടാകുന്നത്. എന്തെല്ലാമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഇതിലൂടെ വിനാശം സംഭവിക്കും എന്നുള്ളത് ഉണ്ടാക്കുന്നവർക്കറിയാം. അതിന്റെ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഇങ്ങനെ ഒരു കഥയുണ്ട്. 2 പൂച്ചകൾ വെണ്ണയ്ക്ക് വേണ്ടി കലഹിച്ചു. കഴിച്ചത് മൂന്നാമത്തെ ആളാണ്. കഥ ചെറുതാണെങ്കിലും കളി എത്ര വലുതാണ്! ഇവരുടെ, അതായത് വിദേശത്തുള്ളവരുടെ പേരിനാണ് പ്രശസ്തിയുള്ളത്. ഇവരിലൂടെ തന്നെ വിനാശം ഉണ്ടാകണം എന്നുള്ളതും നിശ്ചിതമാണ്. ആരെങ്കിലും അതിന് നിമിത്തമാകുന്നു എന്ന് മാത്രം. ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നുണ്ട്, ഒരിക്കൽ സ്വർഗമുണ്ടായിരുന്നു, പക്ഷെ അതിൽ ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇസ്ലാമികളും ബുദ്ധമതത്തിലുള്ളവരും ഉണ്ടായിരുന്നില്ല. എന്നാലും ക്രിസ്ത്യാനികളുടെ ബുദ്ധി നല്ലതാണ്. ഭാരതവാസികൾ പറയുന്നത് ദേവീ ദേവതാ ധർമ്മം ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ വിഡ്ഢികളല്ലേ? ആരാണോ വിവേകശാലികൾ അവരെ മഹാബുദ്ധിശാലികളാക്കി മാറ്റുന്നതിനായാണ് ബാബ ഭാരതത്തിൽ തന്നെ വരുന്നത്. പക്ഷേ എന്നാലും ആർക്ക് ഓർമ്മയിലുണ്ടോ അവർക്ക് മാത്രമേ ഇങ്ങോട്ട് വരാൻ സാധിക്കൂ. ബാബ നിങ്ങൾ കുട്ടികൾക്ക് എത്ര സഹജമാക്കിയാണ് മനസ്സിലാക്കി തരുന്നത്. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ബുദ്ധി സ്വർണപാത്രത്തിന് സമാനമായി മാറുന്നു. എങ്കിൽ ധാരണയും നല്ല രീതിയിൽ ഉണ്ടാകുന്നു. ഓർമ്മയുടെ യാത്രയിലൂടെയാണ് പാപം നശിക്കുന്നത്. മുരളി കേൾക്കുന്നില്ലെങ്കിൽ ജ്ഞാനം പൂർണമായും ഇല്ലാതാകുന്നു. ബാബ ദയാമനസ്കനായതുകൊണ്ട് നമ്മെ എഴുന്നേൽപ്പിക്കാനുള്ള യുക്തി മാത്രമേ പറഞ്ഞു തരൂ. അന്തിമം വരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ശരി, ഇന്ന് ഭോഗാണ്. ഭോഗ് വെച്ച് പെട്ടെന്ന് തന്നെ തിരികെ എത്തിച്ചേരണം.
ബാക്കി വൈകുണ്ഠത്തിലേക്ക് പോയി ദേവീ ദേവതകളെ സാക്ഷാത്കാരം ചെയ്യുന്നതെല്ലാം തന്നെ വ്യർത്ഥമാണ്. ഇതിനെല്ലാം വളരെയധികം സൂക്ഷ്മ ബുദ്ധി ആവശ്യമാണ്. ബാബ ഈ രഥത്തിലൂടെയാണ് പറയുന്നത്, എന്നെ ഓർമ്മിക്കൂ എന്ന്. ഞാനാണ് നിങ്ങളുടെ പതിത പാവനനായ പിതാവ്. അങ്ങയോടൊപ്പം കഴിക്കണം, അങ്ങയോടൊപ്പം ഇരിക്കണം എന്ന അനുഭൂതി ചെയ്യേണ്ടത് ഇവിടെയാണ്. അല്ലാതെ ഇതൊന്നും മുകളിൽ ചെയ്യുവാൻ സാധിക്കില്ലല്ലോ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ഈ നിശ്ചയത്തിൽ സദാ ഇരിക്കണം. ബാബ ഈ ദാതയിൽ പ്രവേശിച്ച് നമ്മെ മനുഷ്യനിൽ നിന്ന് ദേവതയാക്കി മാറ്റുന്നതിനായി, അതായത് വികാരിയിൽ നിന്ന് നിർവികാരി ആക്കുന്നതിനായി ഗീതാജ്ഞാനം കേൾപ്പിക്കുകയാണ്. ശ്രീമതമനുസരിച്ച് ജീവിച്ച് ശ്രേഷ്ഠ ഗുണവാനായി തീരണം. 2. ഓർമ്മയുടെ യാത്രയിലൂടെ ബുദ്ധിയെ സ്വർണപാത്രത്തിന് സമാനമാക്കി മാറ്റണം. ബുദ്ധിയിൽ സദാ ജ്ഞാനം നിലനിൽക്കുന്നതിന് വേണ്ടി മുരളി തീർച്ചയായും കേൾക്കണം, അല്ലെങ്കിൽ പഠിക്കണം. വരദാനം: തന്റെ പദവിയുടെ സ്മൃതിയിലൂടെ മായയ്ക്കുമേൽ വിജയം പ്രാപ്തമാക്കുന്ന നിരന്തര യോഗിയായി ഭവിക്കട്ടെ. എങ്ങനെയാണോ സ്ഥൂലമായ പദവികളിലിരിക്കുന്നവർ തന്റെ പൊസിഷനെ ഒരിക്കലും മറക്കാത്തത്, അതുപോലെ താങ്കളുടെ പൊസിഷനാണ് മാസ്റ്റർ സർവശക്തിവാൻ. ഇത് സദാ സ്മൃതിയിൽ വയ്ക്കൂ. എന്നിട്ട് അമൃതവേളയിൽ ഈ സ്മൃതി പ്രകടമാക്കൂ. അപ്പോൾ നിരന്തര യോഗിയായി മാറുകയും മുഴുവൻ ദിവസവും ഈ സ്വമാനത്തിന്റെ സഹയോഗം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ മാസ്റ്റർ സർവശക്തിവാന്റെ മുന്നിലേക്ക് മായയ്ക്ക് വരാൻ കഴിയില്ല. താങ്കൾ തന്റെ സ്മൃതിയുടെ ഉയർന്ന സീറ്റിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മായ ഉറുമ്പിനെ പോലെ ചെറുതായി മാറും. സ്ലോഗൻ: ആത്മാരൂപി പുരുഷനെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നവർ തന്നെയാണ് സത്യമായ പുരുഷാർത്ഥികൾ. ഓം ശാന്തി.